അച്ഛൻ്റെ 2 നോവലുകൾ ഒരുമിച്ചായിരുന്നു സുപ്രിയ പ്രൊഡക്ഷൻസ്. അന്ന് ഒരു കത്തി നിൽക്കുന്ന ബാനറാണ്. നദി, തുലാഭാരം, അശ്വമേധം വലിയ ഹിറ്റുകൾ നിൽക്കുന്ന സമയമാണ്. 2 നോവലുകൾ ഒരുമിച്ച് ഞങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുന്നു സുപ്രിയ ഫിലിംസിൻ്റെ. ഇതായുടെ വരെ രതിനിർവേദം. അപ്പോൾ ഇത് രണ്ടും ഐവിശേഷിയെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ രതിനിർവേദം പണ്ട് ഭരതൻ ആഗ്രഹിച്ച ഒരു ഇതായിരുന്നത് കൊണ്ട് അവർ ഒരിക്കൽ പ്ലാൻ ചെയ്തതാണ്. അത് അച്ഛൻ പറഞ്ഞത് ഒരെണ്ണം ഭരതന് കൊടുക്കണം. അപ്പോൾ ചോയ്സ് ഐവിശേഷിക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളർ പടം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിറങ്ങൾ, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. കുട്ടനാടിൻ്റെ പച്ചയിൽ ചോര കലരുന്നതും അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇമേജസ്. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചാടി വീണെടുത്തു ഇതായുടെ വരെ മറ്റേ ഭരതൻ ചെയ്തോട്ടെ. ഒരു വിധത്തിൽ നന്നായി. കാരണം എന്ന് പറയുമ്പോൾ ഭരതൻ ഒരു പരിചരണമാണ് അതിന് ഇത്രയും വലുതാക്കിയത്. ചേച്ചി, ഇന്ന് ഞാൻ 2 പുസ്തകം വായിച്ചു തീർത്തു. എന്റെ പുസ്തകം? ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ മതി വല്ല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും. അത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം? എനിക്കറിയാം. ഈയിടെ കമ്പനിയും സെറ്റ് പിടുത്തമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്.